നമ്മുടെ കുട്ടീസിൻ്റെ സ്കൂളിൽ നിന്ന് ലിപ ബാസ്ക്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. എൻ്റെ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ കോമ്പറ്റീഷൻ എല്ലാ വർഷവും ഇവരുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. ഇത് ഇവരുടെ സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ. കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സ്കേറ്റിംഗ് ആണ്. എന്ത് ഭംഗിയാണെന്നറിയോ അവർ ചെയ്യുന്നത് കാണാൻ. നമുക്കതൊക്കെ ഒന്ന് കാണാവേ. രാവിലെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ വൈകുന്നേരമാണ് വന്നത്. കണ്ണിന് കാലിന് വയ്യായിരുന്നു, വീണിട്ട് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടിയിട്ടാണ് ഞാൻ വൈകുന്നേരം വന്നത്. മോക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് അവൾ നേരത്തെ ഓട്ടോറിക്ഷയിൽ വന്നു കേട്ടോ. ഗേൾസിൻ്റെ കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ണൻ പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാട്ടോ. അവരുടെ ഫ്രണ്ട്സ് അവരെ എൻകറേജ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല സ്കില്ലുള്ള കുട്ടികളാണ് കേട്ടോ. എന്തൊരു ആവേശത്തോടു കൂടി അവർ കളിക്കുന്നതെന്ന്. ഇനി നമ്മുടെ പാറക്കുട്ടീൻ്റെ ബോൾ ഡാൻസ് ആണ് കേട്ടോ. ഇത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കത്ര അടുത്തുനിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു.
പിന്നെ ആൾക്കൊരു ചെറിയ വെള്ളവും ബന്നൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് പോലൂർ അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. തുടങ്ങിയിട്ട് 3 ദിവസമായി നമുക്ക് പോകാൻ പറ്റിയില്ല. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും വരും. അമ്പലത്തിൽ കയറിയിട്ടില്ല, അപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണനാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയല്ലേ, ലേറ്റും ആയിട്ടുണ്ട്. നന്ദു ആദ്യം തന്നെ ഏട്ടനെ വലിച്ചു കൊണ്ടുപോയത് മറ്റേതില്ലേ, ട്രെയിന്, അതിനകത്ത് കയറാനാണ്. ഒരു പേടിയില്ല, എനിക്ക് പേടിയാണ് കേട്ടോ അതിനകത്തൊക്കെ കയറാൻ. ഏട്ടനും കയറാറില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അവൾക്ക് എന്തായാലും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ധൈര്യമാണെന്നൊക്കെ പറഞ്ഞ് കയറിയത്. പക്ഷെ മുഖം കാണുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ അടുത്ത സ്ഥലത്തേക്ക് ഓടി. ആ ഒരു ചെറിയൊരു ബോട്ടിങ് പോലെ കുട്ടീസിനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. 50 രൂപയാണ് എല്ലാത്തിലും കയറാൻ വേണ്ടിയിട്ട്. ഇതിൽ കുറേ അവൾ റൗണ്ട് അടിച്ചിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. കണ്ണൻ ഐസ്ക്രീം കഴിച്ചില്ല. പക്ഷേ ശേഷം അവൾ ബാക്കി വെച്ച് അവൻ കഴിക്കേണ്ടി വന്നു. അവന് തൊണ്ടയ്ക്കൊന്നും തണുപ്പ് അത്രയ്ക്ക് പറ്റാത്തതുകൊണ്ട് അവൻ അധികം തണുപ്പ് അവോയ്ഡ് ചെയ്യാറാണ്. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുറേ ബോൾ എറിയലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിവിടെ കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി ഉത്സവം വരുന്നുണ്ട്. അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും പോകാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാം, അവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഏട്ടൻ. അതിനിടയിൽ വരവ് ഉണ്ടായിരുന്നു കേട്ടോ. വരവ് കാണാനും പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു ആൾക്കാരുടെ. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ അങ്ങ് പോന്നു കേട്ടോ. ഭഗവാന്റെ തേര് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി. ഹോട്ടലല്ല, ചെറിയൊരു സെറ്റപ്പാണ്. അവിടെ നിന്നൊരു തട്ടുദോശയും കഴിച്ച് ഇങ്ങ് പോന്നു.